ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 അതിലെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് വരാൻ വേണ്ടി വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 100 ലൈക്സ് കംപ്ലീറ്റ് ചെയ്യുക. എപ്പോൾ കംപ്ലീറ്റ് ആകുന്നു അന്നേരം ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയതായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാൻ വേണ്ടി പോവുകയാണ്. സോ ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നില്ല, നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. നീ എനിക്ക് പ്രോമിസ് ചെയ്യും, നീ ഇനി സയൻസ് യൂസ് ചെയ്യത്തില്ലെന്ന്. എന്നാൽ ഞാൻ നിന്നെ ജീവനോട് വെറുതെ ഒരു ദിവസം നീ എന്തെങ്കിലും ഒരു റീസൺ യൂസ് ചെയ്ത് നീ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം. ശേഖു പറയുകയാണ്, അതുകൊണ്ട് നിന്നെ പോലെ ഒരാളെ എനിക്ക് കൊല്ലാൻ വേണ്ടി താല്പര്യമില്ല. സയൻസ് യൂസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊല്ലാതെ വെറുതെ സയൻസ് യൂസ് ചെയ്യും. കൊല്ലാൻ നേരത്ത് നീ വേദനിപ്പിക്കാതെ കൊല്ലണം, അത് നീ മറക്കരുത്. സേക്കു സുക്കാട്സയോട് പറയുകയാണ്, ഒറ്റയടിക്ക് തന്നെ കൊന്നിരിക്കും, ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. സുക്കാട്സ ആണെങ്കിൽ സേക്കുവിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഇതിനു മുമ്പ് തന്നെ നമ്മുടെ സുക്കാട്സ ആണെങ്കിൽ സേക്കുവിന്റെ കൂടെ ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്നത് പോലെ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ കൊല്ലത്തില്ല. സേക്കു, നീയാണ് എന്റെ ആദ്യത്തെ ഫ്രണ്ട്. നമ്മുടെ സുക്കാട്സ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുന്നു. പ്രസന്റിലാണെങ്കിൽ നമ്മുടെ സേക്കുവിനെ സുക്കാട്സ കൊല്ലുകയാണ്. എന്ന് അലറിക്കൊണ്ട് നമ്മുടെ തൈജു സേക്കുവിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. നമ്മുടെ സേക്കു മരിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ തൈജുവും അതുപോലെ യൂസറിക്കും തന്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മരണമാണ് കൊടുത്തിരിക്കുന്നത്. ഇവനെ അടക്കാൻ വേണ്ടി നീക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെട്ടി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ തൈജുവിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ സുക്കാട്സ് എന്ന് ചിന്തിച്ചു നോക്കുന്നു, യൂസറിനെ കൊന്നു വന്നെ ആക്രമിക്കും. ഇത് സേക്കുവിന്റെ പ്ലാൻ വല്ലമാണ്. തൈജു ആക്രമിക്കാതെ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ തൈജു ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് അങ്ങ് പൊക്കിയെടുക്കുകയാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂസൂരിയെ തൈജുവിനോട് ചോദിക്കുകയാണ്. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, നിനക്ക് വേണ്ടി മാത്രമാണ്. സോറി യൂസൂരി. ഓർമ്മ വന്നത് ഇതിനു മുമ്പ് നമ്മൾ 3 പേരും കൂടി ചേർന്നിട്ട് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 പേരും ഒന്നിച്ച് വർക്ക് ചെയ്യും എന്ന് നമ്മുടെ യൂസൂരിയെ പറയുകയാണ്. നമ്മുടെ തൈജു ആണെങ്കിൽ ആ കല്ലെടുത്തിട്ട് നമ്മുടെ സുക്കാട്സയുടെ നേരെ എറിയുകയാണ്. സോ നമ്മുടെ സുക്കാട്സ ചിന്തിക്കുകയാണ്, ഈ കല്ലെന്ന് പറയുന്നത് ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമാണ്. ഇതേ സമയം നമ്മുടെ തൈജു വന്നെ ആക്രമിക്കും. തൈജു ആണെങ്കിൽ നടു ഒടിഞ്ഞ് നിൽക്കുന്നത് പോലെ അവിടെ നിൽക്കുകയാണ്. ഉറപ്പായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂസൂരിയ പുറകിൽ കൂടെ പോയിട്ട് പവർ കാണിച്ചു തരാവിടാന്ന് പറഞ്ഞിട്ട് ആ ഗൺ പൗഡർ ഇടുന്ന പോട്ട് എടുത്തിട്ട് നമ്മുടെ സുക്കാട്സ തടുക്കുന്ന സമയത്ത് ആ ഗൺ പൗഡർ അവിടെ മുഴുവനായിട്ട് തന്നെ സ്പ്രെഡ് ആകുകയാണ്. സുക്കാട്സയുടെ തലത്ത് മുഴുവനായിട്ട് തന്നെ ആ ഗൺ പൗഡർ സ്പ്രെഡ് ആകുകയാണ്. ചെയ്യുന്നതൊന്നും നമ്മുടെ സുക്കാട്സയ്ക്ക് മനസ്സിലാകുന്നില്ല. 3 പേരും ഒന്നിച്ച് വർക്ക് ചെയ്ത് നമ്മൾ ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരും. സമയത്ത് തന്നെ ആ കല്ല് ഗൺ പൗഡറിന്റെ മണ്ടയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ ബ്ലാസ്റ്റ് തന്നെ നടക്കുകയാണ്. അതിൽ നമ്മുടെ സുക്കാട്സ പെട്ടുപോവുകയാണ്. ഇതായിരുന്നു നിങ്ങളുടെ പ്ലാൻ. സോ ഇതേ സമയത്ത് തന്നെ തൈജു എസ്കേപ്പിംഗ് ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് സേക്കുവിന്റെ ബോഡി എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉറപ്പായിട്ട് മരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കത്തില്ല. ബോട്ടിൽ തന്നെയാണ് ഞാൻ അടി കൊടുത്തിരിക്കുന്നത്, എനിക്ക് ഉറപ്പാണ് അവൻ മരിച്ചെന്നുള്ള ഒരു കാര്യം സുക്കാട്സ പറയുകയാണ്. തൈജു ആണെങ്കിൽ CPR കൊടുത്തിട്ട് നമ്മുടെ സേക്കുവിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയാണ് അവന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തത് എന്ന് നമ്മുടെ യൂസോറിയെ തൈജുവിനോട് പറയുകയാണ്. നമ്മുടെ തൈജു ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. തൈജുവിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീ ആരെ രക്ഷിക്കും? നമ്മുടെ തൈജുവിനെ എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്നാലും നമ്മുടെ തൈജു ആണെങ്കിൽ ഗേൾ ഫ്രണ്ടെ സെലക്ട് ചെയ്യത്തുള്ളൂ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത് ഞാൻ 2 പേരെ രക്ഷിക്കും. 2 പേരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കും. ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ വന്നു എന്ന് നമ്മുടെ തൈജു ഓർത്ത് ടെൻഷൻ അടിക്കുകയാണ്. സേക്കു വിചാരിച്ചു കാണും നമ്മളെ കൊണ്ട് ഉറപ്പായിട്ട് സേക്കുവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. നമ്മുടെ യൂസറിയ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് തൈജുനോട് പറയുന്നു, അടിക്കുന്നതിന് മുമ്പ് നമ്മുടെ സേക്കു അവന്റെ കരുത്ത് യൂസ് ചെയ്ത് എന്തോ ഒരു രീതിയിൽ കാണിക്കുന്നുള്ള ഒരു ഹാബിറ്റ് ആണ്. എന്നാലും ആ സിറ്റുവേഷനിൽ അവൻ ചെയ്തതിന് എന്തോ ഒരു കാരണമുണ്ട്. പറഞ്ഞിട്ട് അവർ ആ സേക്കുവിന്റെ കരുത്തിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റോൺ ഫ്രാഗ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റിവൈവൽ ഫ്ലൂയിഡ് ഇവിടെ യൂസ് ചെയ്തിലുള്ള ക്രാക്സ് ഒക്കെ ഫിക്സ് ആവും. അങ്ങനെ നമ്മുടെ സേക്കു തിരിച്ചു വരും. റിവൈവൽ ഫ്ലൂയിഡ് യൂസ് ചെയ്യുകയാണ്. സേക്കു നീ ഉറപ്പായിട്ട് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ, തിരിച്ചു പെട്ടെന്ന് തന്നെയായിരുന്നു ആ സ്ട്രോങ് ഫ്രാഗ്മെന്റ് അവിടെ വെച്ച് പൊട്ടിപ്പോയ ബോൺസ് എല്ലാം ഫിക്സ് ആകുകയാണ്. സേക്കു നീ തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ, ഹ്യൂമൻ വേൾഡിന്റെ വെളിച്ചം അത് നീ മാത്രമാണ്. സേക്കുവിനെ ചെറുതായിട്ട് അവർ റിവൈവ് ചെയ്തിട്ടുണ്ട്. കാണിക്കുന്നത് 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സേക്കു കല്ലായിട്ടിരുന്ന സമയത്ത് 8000 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. എനിക്ക് ബോധം വന്നിട്ട് അത് മുഴുവനായിട്ട് തന്നെ പോവാറായി. ഇപ്പൊ തന്നെ 3600 ഇയേഴ്സ് ആവാറായിട്ടുണ്ട്. ഔട്ട് ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ ഇപ്പൊ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഇതിൽ നിന്ന് വെളിയിലേക്ക് എങ്ങനെയെങ്കിലും വരണം, എനിക്ക് ഇതിൽ നിന്ന് വെളിയിലേക്ക് വരണം, എനിക്ക് ഇതിൽ നിന്ന് വെളിയിലേക്ക് വരണം. നമ്മുടെ സേക്കുവിന്റെ ബോഡി മുഴുവനായിട്ട് തന്നെ കവർ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോൺ ഫ്രാഗ്മെന്റ് മൊത്തത്തിൽ തന്നെ അങ്ങ് പൊട്ടുന്നത്. നമ്മുടെ സേക്കു വെളിയിലേക്ക് വരുന്നു. യെസ്, ഞാൻ വെളിയിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേക്കു കിടന്ന് അലക്കുകയാണ്. ഈ സ്ട്രോങ് ഫ്രാഗ്മെന്റിനെ കുറിച്ച് പഠിക്കണം, ഇതെങ്ങനെയാണ് പൊട്ടിയത് അതിനെക്കുറിച്ച് നമ്മുടെ സേക്കു കിടന്നിരുന്ന സ്ഥലം മാർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല
ഇളകിപ്പോയ സ്ട്രോങ് ഫ്രാഗ്മെന്റ് അവിടെ കൂട്ടിയും വെക്കുന്നുണ്ട്. ഇവൻ ഏതൊക്കെ വളരെയധികം ഷൈനിങ് ആയിട്ടുണ്ട്. അതെന്ത് പഴമ എന്ന് പറഞ്ഞിട്ട് മങ്കീസൊക്കെ അത് കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ആദ്യമായിട്ടാണ് ഹ്യൂമൻസിനെ കാണുന്നത്. ഞാൻ കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ സേക്കു ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഇലയൊക്കെ എടുത്തിട്ട് കെട്ടുന്നുണ്ട്. ഞാനാണ് ഈ വേൾഡിലേക്ക് വരുന്ന ആദ്യത്തെ ഷൈനിങ് മങ്കി എന്ന്. നമ്മുടെ സേക്കു ആണെങ്കിൽ അവിടെയുള്ള സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. വളരെയധികം കഷ്ടപ്പാടായിട്ടുള്ള മാത്സ് ആണ്. എനിക്ക് ലീപ്പ് ഇയർ കൗണ്ട് ചെയ്യണം. 5783 ഏപ്രിൽ 1. നമ്മുടെ സേക്കു ആണെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കും. ഷൈനി മങ്കി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് ബാക്കിയുള്ള മങ്കീസ് ഒക്കെ ഇരിക്കുകയാണ്. ഈ ഷൈനി മങ്കിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഒരു വുഡിന്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കറക്കി തീ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സേക്കു ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സേക്കുവിനെ കൊണ്ട് അത് പറ്റുന്നില്ല. സേക്കു ആണെങ്കിൽ അവിടെ തല ഇറങ്ങി വീഴുകയാണ്. ഇപ്പൊ ഇവിടെ തൈജുവോ അതോ യൂസറിയോ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയേനെ. എനിക്ക് ഈസി ആക്കാൻ വേണ്ടി എന്റെ കയ്യിൽ സയൻസ് ഉണ്ട്. സേക്കു ആണെങ്കിൽ പുഴയിൽ നിന്ന് ഒരുപാടധികം കല്ല് കളക്ട് ചെയ്തിട്ട് അതൊക്കെ തറയിൽ വെച്ച് വേറൊരു പാറക്കഷ്ണം വെച്ചിട്ട് അതെല്ലാം അടിച്ചു പൊളിക്കുകയാണ്. ഷൈനി മങ്കി എന്താണ് കാണിക്കുന്നത് നോക്കിക്കൊണ്ട് ബാക്കിയുള്ള മങ്കീസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടിപ്പോയ പീസൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഷാർപ്പ് ചെയ്തിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ അത് മൂർച്ച കൂട്ടി ഫസ്റ്റ് സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ സേക്കു ചെടികളിലുള്ള വേരൊക്കെ എടുത്തിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ അത് റോപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സേക്കു ഇപ്പം റോപ്പും കണ്ടുപിടിച്ചിരിക്കുന്നു. യൂസ് ചെയ്ത് ഒരു വുഡ് കഷ്ണം താഴെ വെച്ചിട്ട് നമ്മുടെ സേക്കു തീ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്തിട്ട് എല്ലാ ആൾക്കാരും ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു അവിടെ തീ ഉണ്ടാക്കുകയാണ്. സേക്കു ആണെങ്കിൽ ഒരുപാടധികം വുഡ്സ് ഒക്കെ വെട്ടുകയാണ്. ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ സേക്കു വളരെയധികം നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് മാനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ സേക്കു അവിടെ താഴെ വീഴുകയാണ്. സേക്കു ആണെങ്കിൽ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ഡിയറിന് വേണ്ടി അവിടെ ഒരു ട്രാപ്പ് തന്നെ നമ്മുടെ സേക്കു ക്രിയേറ്റ് ചെയ്യുകയാണ്. തന്നെ ആ ഡിയർ വന്നിട്ട് ആ ട്രാപ്പിലേക്ക് പെടുകയാണ്. ഡിയറിനെ കുക്ക് ചെയ്തിട്ട് നമ്മുടെ സേക്കു വളരെയധികം സ്വാദിഷ്ടമായിട്ട് കഴിക്കുകയാണ്. സേക്കു അവിടെ ഒരു വീട് ക്രിയേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല ഒരു ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. മങ്കീസ് ആണെങ്കിൽ സേക്കു ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇത് ഷൈനി മങ്കി ഇനിയും തൊട്ട് ഷൈനി മങ്കി അല്ലെന്ന് പറഞ്ഞിട്ട് മങ്കീസ് എല്ലാവരും പേടിച്ച് അവിടെ കിടന്ന് അലറുകയാണ്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. ഞാനാണ് ഈ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമൻ ബീങ്. സേക്കു ആ മങ്കീസിനോട് പറയുകയാണ്. ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 അതിലെ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി തിരിച്ചു വരുമോന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡ്സ് ഒക്കെ മരണമാസ് എപ്പിസോഡ്സ് ആണ്. എന്തെങ്കിലും സ്പോയിലേഴ്സ് ഒക്കെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടെങ്കിൽ സ്പോയിലർ അലർട്ട് എന്ന് പറഞ്ഞിട്ട് മാത്രമേ സ്പോയിലേഴ്സ് ഒക്കെ ലീക്ക് ചെയ്യാവൂ. അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നറൂട്ടോന്റെ പോലത്തെ സീരീസിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാതെ നിങ്ങൾ വേറെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോജോ ചെയ്യണം, ഡോക്ടർ സ്റ്റോൺ ചെയ്യണം, ബ്ലീച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് കിടന്നിരുന്ന് കമന്റ് അങ്ങ് സ്പാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നതൊക്കെ എനിക്ക് ഒരുപാടധികം സന്തോഷം വന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ ഏതെങ്കിലും ആനിമി ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ആനിമി ഒന്നും വേണ്ട, ബ്ലീച്ച് മതി ബ്ലീച്ച് മതി ബ്ലീച്ച് മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ബ്ലീച്ച്, ഡോക്ടർ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ ആനിമി സീരീസ് ഒക്കെ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഒരുപാടധികം ബോറടിക്കും. സോ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആനിമി സീരീസ് ഒക്കെ ഞാൻ നിങ്ങളോട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നോ പറ. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ആനിമിയൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഇങ്ങനെ വരാം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള. സോ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമ്മൾ ബ്ലീച്ച്, ജോജോ പിന്നെ ഡോക്ടർ സ്റ്റോൺ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണോ എന്നിങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡോക്ടർ സ്റ്റോൺ, ബ്ലീച്ച് ഞാൻ ഈ 2 ആനിമി സീരീസും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. പിന്നെ ജോജോ എന്ന് പറഞ്ഞ സീരീസ് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെയധികം അണ്ടർറേറ്റഡ് ആയിട്ട് കിടക്കുന്ന സീരീസ് തന്നെ ഞാൻ ആ സീരീസും കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത് ഞാൻ ഉറപ്പ് തരാം. ആ 3 സീരീസും ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഉറപ്പ് തരാം. കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട. ആ 3 ആനിമി സീരീസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. വേറെ ഏതെങ്കിലും ആനിമി സീരീസ് നിങ്ങളോട് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്ന് മാത്രമേ പറയാവൂ. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബ്ലീച്ച് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയരുത്. നിങ്ങളത് പറയുന്ന സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷമാണ്. പക്ഷേ നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്തോ. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരിക്കുന്ന ആ കാര്യത്തിന് നിങ്ങളൊരു അഭിപ്രായം കൂടെ പറയണം. നിങ്ങളല്ലാതെ ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ലാസ്റ്റ് കമൻറ്റ് കണ്ടിട്ട് ഒരുപാടധികം സന്തോഷം വന്നു. കാരണം ഡോക്ടർ സ്റ്റോണ് പിന്നെ ബ്ലീച്ചൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടി തോന്നി. പക്ഷേ ഞാൻ ഇട്ടിരിക്കുന്ന ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ കാര്യം ഒന്ന് വായിച്ച് നോക്കിയിട്ട് അത് വേണോ വേണ്ടയോ എന്നും കൂടെ നിങ്ങളൊന്ന് പറയണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ 100 ലൈക്സ് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.